പല്ലിനിടയിൽ വാക്കുകൾ ചവച്ചു ഞെരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. നേർത്ത സാരിയാണ് അവളുടെ വേഷം. അതിൽ അവളുടെ ഉടലഴകുകൾ വ്യക്തമായിട്ടറിയാം. അവളെ പൊതിഞ്ഞ കാറ്റിൽ സാരിയുടെ സ്ഥാനം മാറി ഒതുക്കമുള്ള അരക്കെട്ടിനെയും നാഭിച്ചുഴിയെയും വരെ അനാവൃതമാക്കുന്നുണ്ട്. അവളത് മറച്ചു പിടിക്കാൻ യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. ഗേറ്റിൽ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ടു നടക്കാനുണ്ട്. ടീനമോളെ. അകത്തേക്ക് കയറുമ്പോൾ ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ടവൾ ഒരു നിമിഷം നിന്നുപോയി. ഇച്ചായന്റെ മോള് ഉറങ്ങിക്കോ. അവൻ മധുരമായി താരാട്ടുപാട്ട് പാടുന്നുണ്ട്. ഈ പെണ്ണ് എന്തു ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു സഹോദരനെ കിട്ടാൻ. ഏട്ടന് സ്നേഹമുണ്ടെങ്കിലും ക്രിസ്റ്റി ടീനയെ സംരക്ഷിക്കുന്നതിനോളമില്ല. സ്വന്തം ജീവിത സുഹൃത്തേക്കാൾ സഹോദരിക്കായി ജീവിക്കുന്നവൻ. അതൊന്നു മാത്രമാണ് ക്രിസ്റ്റിയോടുള്ള തന്റെ അടങ്ങാത്ത ആവേശം. അവൻ ചേർത്തു പിടിച്ചാൽ കിട്ടുന്ന സംതൃപ്തി മറ്റാരിൽ നിന്നും ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ല. ക്രിസ്റ്റി ടീനയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും സംരക്ഷണവും ലക്ഷ്മിയുടെ കുശുമ്പിനെ വർദ്ധിപ്പിച്ചു. പാതിചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു വിശാലമായ ഹാളിലെ തറയിൽ വിരിച്ചിട്ട കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ക്രിസ്റ്റിയുടെ നെഞ്ചിൽ ചേർന്ന് മയങ്ങുന്ന ടീനയെ. അവൾ ഉറങ്ങിയോ എന്ന് ഉറപ്പുവരുത്താനെന്നതുപോലെ അവൻ ഇടയ്ക്കിടെ വിളിച്ചു നോക്കുന്നുണ്ട്. താൻ ഫോൺ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് തനിക്ക് വേണ്ടി വാതിൽ അവൻ തുറന്നിട്ടിരുന്നതെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. എന്നാൽ അവൾ കേൾക്കാൻ വേണ്ടിയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പകരം അവൾ മനസ്സിലാക്കിയത് മറ്റൊന്നാണ്. ശബ്ദമുണ്ടാക്കാതെ അകത്ത് കയറി ഇരിക്കണമെന്നാണ് ആ വാതിൽ തുറന്നിട്ടതിന് പിന്നിലുള്ള അർത്ഥമെന്ന്. ടീനയുടെ ഇടം കൈയിൽ ഒരു ചെറിയ ടെടിയുണ്ട്. വിളറി വെളുത്തതുപോലെയുള്ള ശരീരമാണ് ടീനയ്ക്ക്. തല മുണ്ടനം ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ചെയ്തതെന്തോ ആണ്. ശരീരത്തിൽ ആഭരണങ്ങളായി യാതൊന്നുമില്ല. ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് അവളുടെ വേഷം. കൈയിലും പിൻകഴുത്തിലുമെല്ലാം പ്രത്യേക ഡിസൈനിൽ പച്ച കുത്തിയിട്ടുണ്ട്. എന്തോ എഴുതിയിരിക്കുന്നതാണ്. പണ്ടെപ്പോഴോ ചോദിച്ചപ്പോൾ അവൾക്കൊരു കാമുകനുണ്ടായിരുന്നുവെന്നും അവന്റെ പേരായിരുന്നുവെന്നും ക്രിസ്റ്റി പറഞ്ഞറിയാം. എങ്കിലും അടുത്തേക്ക് ചെന്ന് ആ പേര് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലൊരു ലെറ്റർ ഡി ആണെന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖത്തെപ്പോഴും ക്ഷീണമാണ്. എങ്കിലും നല്ല സുന്ദരിയാണ്. ഈ അവസ്ഥയിലും അവളിങ്ങനെ കാണപ്പെടുന്നത് അവന്റെ കരുതലിന്റെ ഫലമാണെന്ന് ആർക്കും മനസ്സിലാകും. ഇരിക്കിലെച്ചു, ഞാനിവളെ കിടത്തിയിട്ട് വരാം. വാതിലിനോട് ചേർന്ന് തങ്ങളെ നോക്കി നിന്ന ലക്ഷ്മിയോട് ഗൗരവത്തിൽ പറഞ്ഞിട്ട് ക്രിസ്റ്റി ടീനയെ പതിയെ കൈകളിലെടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. അവന്റെ മുഖത്ത് തനിക്ക് വേണ്ടി ഒരു ചിരി പോലും ഇല്ലെന്നത് അവളിൽ നിരാശയുണ്ടാക്കി. ഫോണിൽ സംസാരിക്കുന്ന ക്രിസ്റ്റി ആവില്ല പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ. തിരികെ വന്ന ക്രിസ്റ്റിയെ ലക്ഷ്മി കണ്ണെടുക്കാതെ നോക്കി. ട്രിം ചെയ്ത് വൃത്തിയിൽ നിൽക്കുന്ന താടി, നീളമുള്ള കൺപീലികൾ നിറഞ്ഞ വലിയ കണ്ണുകൾ, നല്ല കറുത്ത നിറമുള്ള കൃഷ്ണമണി, നല്ല നീണ്ട വളവില്ലാത്ത മൂക്ക്, ഉയർന്ന കവിൾത്തടങ്ങൾ, വിരിഞ്ഞതും ഉറച്ചതുമായ നെഞ്ച്. അവളുടെ നോട്ടം കണ്ടവൻ പുരികം ചുളിച്ചു നോക്കി. അവന് അവളുടെ നോട്ടം തീരെ ഇഷ്ടമായില്ല. അരയ്ക്ക് മുകളിൽ അവൻ നഗ്നനാണ്. അവൾക്കാണെങ്കിൽ അവനിൽ നിന്ന് കണ്ണെടുക്കാനും തോന്നിയിരുന്നില്ല. ഒപ്പം ജിനുവുമായി അവനെ താരതമ്യം ചെയ്തവളുടെ ഹൃദയത്തിൽ വലിയൊരു കരടും പതിഞ്ഞു. ഇങ്ങനെ നോക്കി നീ എന്റെ ചോര മുഴുവൻ ഊറ്റാതെ ഞാൻ അവസരം നിനക്ക് തരുമല്ലോ. അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് മനോഹരമായ മൃദുവായ ആ ചുവന്ന ചുണ്ടിൽ തഴുകി അവൻ പറഞ്ഞു. ലക്ഷ്മി വശ്യമായി പുഞ്ചിരിച്ചു. എങ്കിലും നിന്നെ ഇങ്ങനെ കൊതിതീരെ നോക്കിയിരിക്കാൻ ആഗ്രഹം തോന്നിയാൽ എന്തു ചെയ്യും ക്രിസ്റ്റി? നീ കൊതിതീരെ നോക്കിയിട്ടും അറിഞ്ഞിട്ടും പോയാൽ മതി ലച്ചു. എനിക്കറിയാം നീ ഇങ്ങനെ പറയൂന്ന്. നിന്നോട് മറ്റൊന്നും പറയാൻ എനിക്ക് കഴിയില്ലെന്ന് അറിഞ്ഞുകൂടെ? അറിയാം. നിന്റെ നിസ്സഹായാവസ്ഥ മറ്റാരേക്കാളും നന്നായി എനിക്കറിയാലോ. ഈ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം ഒരിക്കലും സ്റ്റെഫിക്കുണ്ടാവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ എനിക്കിത്ര ലാഘവത്തോടെ പെരുമാറാൻ കഴിയുന്നത്. എനിക്ക് നിന്നോട് അടുപ്പം തോന്നിയതിൻ്റെ പ്രധാന കാരണം നീ നിന്റെ സഹോദരിയെ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ടാണ് ക്രിസ്റ്റി. കഴിഞ്ഞ 6-7 വർഷങ്ങളായി ഞാൻ നിന്നെ കാണുന്നുണ്ട്. അന്നും ഇന്നും ടീനയുടെ കാര്യത്തിൽ നിനക്കൊരു മാറ്റവുമില്ല. ഇനിയും നീ മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയും അതുതന്നെയാണ്. അവൻ അർദ്ധഗർഭമായി ചിരിച്ചു. വെറുതെ പുകഴ്ത്തിയതല്ല ക്രിസ്റ്റി. നിന്നെപ്പോലെ ഒരു ജെന്റിൽമാനെ ഞാൻ കണ്ടിട്ടില്ല. നിസ്സാരമായി നിനക്ക് ടീനയെ ഒഴിവാക്കി സ്വന്തം സുഖങ്ങൾ കണ്ടെത്തി ജീവിക്കാം. പക്ഷേ അതൊന്നും ചെയ്യാതെ അന്നും ഇന്നും നീ ഇവളെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആരാധന കൂടുന്നുണ്ട്.
പ്രത്യേകിച്ച് സ്റ്റെഫിയുടെ വാക്കുകൾ പോലും പരിഗണിക്കാതെ ഇന്നും അവൾക്കുള്ള സ്ഥാനം ടീനയ്ക്ക് ശേഷമാണെന്ന് നീ സ്ഥാപിക്കുന്നില്ലേ? എങ്ങനെയുണ്ട് നിന്റെ പുതിയ ജീവിതം? നിന്നെപ്പോലെ സ്നേഹവും കരുതലും പ്രണയവുമുള്ള ഒരു കാമുകനുള്ള ഞാൻ പുതിയ ജീവിതത്തിൽ സന്തോഷിക്കുമോ ക്രിസ്റ്റി? വീരനെ വേണ്ടെന്ന് വെച്ച് ജിനുവിനെ നീ തിരഞ്ഞെടുത്തത് അവന്റെ സ്വഭാവം നല്ലതായതുകൊണ്ടല്ലേ? പിന്നെന്തിനാണ് അങ്ങനെ ഒരു സംസാരം? പുറമെ കാണുന്നത് പോലെ അല്ല ക്രിസ്റ്റി പലരും. വീരന്റെ കാര്യത്തിൽ ഇന്നും നഷ്ടബോധമില്ല. പലരുടെ ഒപ്പം അന്തി ഉറങ്ങുന്നവനെ ഭർത്താവായി കൊണ്ടു നടക്കാൻ ഞാൻ തയ്യാറല്ല. അവനെ പോലെയല്ലല്ലോ ഞാൻ. നിന്നെ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ. ലക്ഷ്മി കണ്ണുകൾ നിറച്ചു. ലച്ചു, ഞാൻ... അവൻ നിസ്സഹായതയോടെ അവളെ നോക്കി. സാരമില്ല ക്രിസ്റ്റി, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അറിയാതെ പറഞ്ഞു പോയതാ. അല്ലെങ്കിലും നമ്മുടെ ബന്ധത്തിൽ ഞാനാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത്. നീ എന്നും ഒഴിഞ്ഞു മാറിയിട്ടല്ലേയുള്ളൂ. മനസ്സുകൊണ്ട് ഞാനൊന്നും നിന്റേതല്ലേ ലച്ചു. സാഹചര്യങ്ങൾ നിനക്കറിയാലോ. ഈ ലോകത്ത് ക്രിസ്റ്റിക്ക് രക്തബന്ധമെന്ന് പറയാൻ എന്റെ ടീനമോള് മാത്രമേയുള്ളൂ. പപ്പയും അമ്മയും ആക്സിഡന്റിൽപ്പെട്ട് അവളുടെ മുന്നിൽ വെച്ചാണ് മരണമടഞ്ഞത്. ആ ഷോക്കിലാണ് അവൾ ഇങ്ങനെയായത്. ഇന്നും തുടരുന്ന ട്രീറ്റ്മെന്റിന്റെ ഭാരിച്ച തുകയ്ക്ക് പിന്നാലെയാണ് ഡാൻസ് കമ്പനിയുടെ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. സഹായിക്കാൻ കുര്യനങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല, പപ്പയുടെ ബിസിനസ് കാര്യങ്ങളിലും അങ്കിൾ തന്നെയാണ് സഹായിയായി നിന്നത്. പകരം എനിക്ക് നിന്നെ മറന്ന് എന്റെ ജീവിതം അവർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. ടീനയെ സംരക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ മോളെ. അവർക്കതിൽ എതിർപ്പുമില്ലായിരുന്നു. എനിക്കറിയാം ക്രിസ്റ്റി, പണമില്ലാതെ പോയതിന്റെ പേരിൽ മാത്രം ശരീരം കൊണ്ട് പിരിയേണ്ടി വന്നവരല്ലേ നമ്മൾ. സ്റ്റെഫിയുടെ പപ്പയെ പോലെ എന്റെ പപ്പയ്ക്കും കുടുംബസ്നേഹവും കാര്യബോധവും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അകന്നു പോകില്ലായിരുന്നു. നിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്റെ പപ്പയ്ക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അവൾ നെടുവീർപ്പിട്ടു. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി. ജിനു ആളെങ്ങനെ? ആ മുറിയിൽ അവന് വേറെ ഒരു സ്വഭാവമാണ്. പ്രതീക്ഷിച്ചതുപോലെയല്ല അവന്റെ സ്വഭാവം. മൊത്തത്തിൽ ഒരു വശപ്പിശക് തോന്നാറുണ്ട്. അതെന്താ? ക്രിസ്റ്റി കണ്ണുകൾ കുറുക്കി ചോദിച്ചു. അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. ക്രിസ്റ്റി നെറ്റി ചുളിച്ചു. നീ ഉദ്ദേശിക്കുന്നത്? ഹേയ്, അതല്ല. അവന് ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു സ്വാതന്ത്ര്യവും കൊടുത്തിട്ടില്ല. ഇത് ആ റൂമിനുള്ളിൽ അവൻ സാധാരണ പെരുമാറുന്നതിന്റെ കാര്യമാണ്. അങ്ങനെ കുറെ സില്ലി നിർബന്ധങ്ങൾ. അവന്റെ റൂമിനോട് ചേർന്നൊരു സ്റ്റോർ റൂമുണ്ട്. പഴയ ബാത്റൂം ആയിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം വലിയ റൂമാണ്. വൃത്തിയാക്കി എടുത്താൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അവന്റെ ബാൽക്കണി കൂടി പുതിയ ബാത്റൂം കവർ ചെയ്തിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ കോമൺ ബാൽക്കണിയിലേക്ക് പോകാനുള്ള മടി കൊണ്ടാണ് ഞാൻ ആ റൂം ആവശ്യപ്പെട്ടത്. പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല. അതെന്താ? എനിക്കറിയില്ല. എന്തോ കള്ളത്തരമുണ്ട് ക്രിസ്റ്റി. മിക്കവാറും അവൻ അവന്റെ അച്ഛന്റെ പണം വല്ലതും അടിച്ചു മാറ്റി അവിടെ വെച്ചിട്ടുണ്ടാകുമെന്നാ ഏട്ടൻ പറയുന്നത്. അല്ലെങ്കിൽ അനാവശ്യമായി അങ്ങനെ പിടിവാശി കാണിക്കണോ? അവനെന്നെ വലിയ ഇഷ്ടമാണെന്നൊക്കെ വാഗൊണ്ടുള്ള പറച്ചിലേ ഉള്ളൂ. ഓഹോ, നിനക്കിപ്പോ അവൻ നിന്നെ പ്രേമിക്കുന്നില്ലെന്ന നിരാശയാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ പെരുമാറുന്നത് ഈ തരത്തിലാവില്ലല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടില്ലേ, സമൂഹത്തിനു മുന്നിൽ ഞാൻ ക്രിസ്റ്റിയുടെ ആരുമല്ല. പക്ഷേ എനിക്ക് നിന്നോടുള്ള പ്രണയവും വിശ്വാസവും മൂലം എന്തു വന്നാലും നേരിടുമെന്ന ചിന്തയിലല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. നീ ഇത്ര ഇമോഷണലായി പെരുമാറാതെ ലച്ചു. ഞാൻ വെറുതെ കളി പറഞ്ഞതല്ലേ. ബാക്കി പറ. അവൻ ആ മുറി വിട്ടു തന്നില്ലേ? ഇല്ല, പക്ഷേ ഞാൻ ബുദ്ധിപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അമ്മാവൻ ആ റൂം എനിക്കായി വൃത്തിയാക്കി ഇന്റീരിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എങ്കിലും അവനില്ലാത്തപ്പോൾ നീ അതിനുള്ളിൽ കയറിയെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത്രയും സീക്രട്ട് എന്താണെന്നറിയാലോ. അതിന് ആ മുറി ഏതു നേരവും പൂട്ടിയിട്ടേക്കുമല്ലേ. ഒരു ദിവസം അവൻ പൂട്ടാൻ മറന്നതുകൊണ്ടാണ് ഞാൻ അതിനുള്ളിൽ കയറിയത്. എന്നിട്ട് അതിനുള്ളിൽ എന്താണ് കണ്ടത്? ക്രിസ്റ്റിയുടെ കണ്ണുകൾ തിളങ്ങി. ഒന്നുമില്ല. കുറെ ഫയലുകളും മരത്തിന്റെ ഏണിയും പെയിന്റ് ചെയ്ത ബക്കറ്റുകളും ഒക്കെയായിട്ട് ആക്രികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ആക്രിക്കുള്ളിൽ അവൻ വല്ല നിധിയും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? പിന്നെ നിധി. അതിനുള്ളിൽ പാമ്പ് കയറിയിരുന്നാൽ പോലും അറിയില്ല. ആ മുറിയാണെങ്കിൽ പിൻവശത്തോട് ചേർന്നിട്ടാണ്. ആ ഭാഗത്തൊക്കെ പാമ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് വല്ലതും ഇഴഞ്ഞു കയറി അതിനുള്ളിൽ കയറി പറ്റിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഞാൻ പറഞ്ഞിരുന്നില്ലേ,
അവിടുത്തെ ജോലിക്കാരി സ്ത്രീയുടെ മുറിയിൽ പാമ്പിനെ കണ്ടെന്ന പേരിൽ നടന്ന സംഭവങ്ങൾ? ക്രിസ്റ്റി ഇരുത്തി മൂളി. ചിലപ്പോൾ അവൻ അടിച്ചു മാറ്റിയിരിക്കുന്ന പണമോ മറ്റോ കൂട്ടിയിട്ടേക്കുന്ന ഫയലിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്നും നോക്കാം. കിട്ടിയാൽ? ലക്ഷ്മിയുടെ കണ്ണുകൾ തിളങ്ങി. കിട്ടിയാൽ? അവനത് എടുത്തു ചോദിച്ചു. നമുക്ക് ഈ രാജ്യം വിട്ടു പോകണം ക്രിസ്റ്റി. ഞാനും നീയും ടീനയും മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്തിൽ പണത്തിനാണല്ലോ കുറവ്. 1-2 ലക്ഷം ഒളിപ്പിക്കാൻ അവൻ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഭീമമായ തുക തന്നെ കാണും. ഇവരുടെ ഫൈനാൻസ് നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇവൻ തന്നെ അവിടെ നിന്ന് പണം മുക്കുന്നുണ്ടെങ്കിലോ? പണം മാത്രമാവില്ല ലച്ചു, പണയം വെക്കുന്ന ആഭരണങ്ങളാവാനും വഴിയുണ്ടല്ലോ. അത് ശരിയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എങ്കിൽ ആ മുറിയിൽ രഹസ്യറയുണ്ടെന്ന് ഉറപ്പിക്കാം. പക്ഷേ ജിനുവിനെ അവിടെ നിന്ന് മാറ്റാതെ ഒന്നും നടക്കില്ല. ആദ്യം ആ താക്കോൽ കൈക്കലാക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് കൃത്യമായി പ്ലാനിങ് നടത്തി അതിനുള്ളിൽ കടന്നു കയറണം. ലച്ചു ആവേശത്തോടെ പറഞ്ഞു. ക്രിസ്റ്റി ഒരു കോള് വന്നപ്പോൾ അതെടുത്ത് അല്പം മാറിയിരുന്ന് സംസാരിച്ചു. അവന്റെ കമ്പനിയിൽ നിന്നുള്ള കോളാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അവന്റെ ഗൗരവം നിറഞ്ഞ ഭാവങ്ങൾ നോക്കി കൊതിയോടെയിരുന്നു. അവൻ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് മറഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റിന് ശേഷമാണ് അവൻ തിരികെ വന്നത്. വരുമ്പോൾ അവനൊരു സ്ലീവ്ലെസ് ടീഷർട്ട് ധരിച്ചിരുന്നു. അവൻ വന്ന് അവളുടെ അടുത്തേക്കിരുന്നു. പിന്നെന്താണ് നിന്റെ വിശേഷങ്ങൾ? ആരാണ് വിളിച്ചത്? സ്റ്റെഫിയാണോ? ഒരു മൂളലിൽ ക്രിസ്റ്റി മറുപടി ഒതുക്കി. അവന് ആ ചോദ്യം ഇഷ്ടമായില്ല. ഞാൻ അടുത്തിരുന്നിട്ടും നിനക്കെന്നോട് പഴയ അടുപ്പമൊന്നുമില്ലല്ലോ ക്രിസ്റ്റി. അതെന്താ? സ്റ്റെഫി നിന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നത് കൊണ്ടാണോ? ഫോണിലേക്ക് പിന്നെയും ശ്രദ്ധ കൊടുക്കുന്നവനോട് അവൾ പരിഭവത്തോടെ പറഞ്ഞു. ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു. തന്നെ ഇങ്ങനെ അന്ധമായി പ്രണയിക്കുന്നവളോട് അവന് സഹതാപം തോന്നി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലക്ഷ്മിക്ക് തന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. അത് സ്റ്റെഫിയോടുള്ള പകയാണ്. അതേസമയം വന്ന സ്റ്റെഫിയുടെ മെസ്സേജ് വായിച്ചപ്പോൾ ആ സഹതാപം മായുകയും ചെയ്തു. ക്രിസ്റ്റി എന്താണെന്നറിഞ്ഞുവെന്ന ഭാവത്തിൽ കൂടെ കഴിയുന്നവളും ക്രിസ്റ്റിയെ അറിയാതെ പ്രേമിക്കുന്നവളും, പിന്നെ ക്രിസ്റ്റി ആരാണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് താൻ അടക്കിപ്പിടിച്ച മറ്റൊരുവളും. അവനൊന്ന് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും അതടക്കി പ്രണയഭാവത്തിലേക്ക് മാറി. അവൻ അവളുടെ വിരലുകൾ പിടിച്ചെടുത്ത് തഴുകി. നീ എന്തൊക്കെയാ ലച്ചു പറയുന്നത്? അത് ആക്സിഡന്റലി സംഭവിച്ചു പോയതാണ്. ഭർത്താവെന്ന നിലയിൽ ഞാൻ അവളോട് എൻ്റെ കടമ ചെയ്തതല്ലേ. ഒരു കുഞ്ഞു വേണമെന്നത് അവളുടെ ആഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾ ജനിച്ചാൽ സ്ത്രീകൾക്ക് പിന്നെ മറ്റൊരു ലോകമാണ്. അവിടെ ഞാനുമായിട്ടുള്ള ഇപ്പോഴുള്ള അടുപ്പം പോലും അവള് കാണിക്കില്ല. അതൊക്കെ മുന്നിൽ കണ്ടാണ് ഞാനെല്ലാം സമ്മതിച്ചു കൊടുത്തത്. അല്ലാതെ അവളുമായിട്ടൊരു കിടപ്പറബന്ധം എനിക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതും അപ്സരസിനെ പോലെയുള്ളൊരു പെണ്ണ് സ്വന്തമായിട്ടുള്ളപ്പോൾ. അവനവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. വെറുതെ പുകഴ്ത്തരുത്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. എങ്കിലും അവന്റെ വാക്കുകളിൽ അവൾ അഹങ്കാരം കൊണ്ടിരുന്നു. പുകഴ്ത്തിയതല്ല, സത്യമാണ് പറഞ്ഞത്. നീ എനിക്ക് തരുന്ന സംതൃപ്തിയും സന്തോഷവും ഒരിക്കലും സ്റ്റെഫിക്ക് തരാൻ കഴിയില്ല. നീ അത്രയ്ക്കും സൂപ്പർ അല്ലേ? നാണം കൊണ്ട് ലക്ഷ്മിയുടെ മുഖം ചുവന്നു തുടുത്തു. അത് കണ്ടപ്പോൾ അവളെ പിന്നെയും പറഞ്ഞു പുകഴ്ത്താൻ അവനൊരാവേശം. അവന്റെ വർണ്ണനകളിൽ അവൾ പുളകം കൊണ്ടു. മതി ക്രിസ്റ്റി, എനിക്കിനിയൊന്നും കേൾക്കാൻ വയ്യ. നിന്നെ കൊതിച്ച് കാത്തിരുന്ന എനിക്ക് പറഞ്ഞു മതിയാകുന്നില്ല ലച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നീ ഇവിടേക്ക് വരുന്നത് വരെ എനിക്കൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. നീ വരുമെന്ന് പറഞ്ഞതിനാൽ 2 ദിവസമായി ഞാനിവിടെ തന്നെ കാത്തു നിൽക്കുകയാണ്. സ്റ്റെഫിക്കൊപ്പം ഹോസ്പിറ്റലിൽ പോലും പോകാതെ നിന്നെ മാത്രം മോഹിച്ച് ഞാൻ നിൽക്കണമെങ്കിൽ നിനക്ക് ഊഹിച്ചുകൂടെ എൻ്റെ ജീവിതത്തിലെ നിന്റെ സ്ഥാനം? അത് പറയുമ്പോൾ അവന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അകത്തെ വാതിലിൽ നിന്ന ലാലിനെയാണ് അവൻ ദേഷ്യത്തിൽ നോക്കിയത്. അത്ര മധുരമായിട്ടാണല്ലോ അവൻ ലക്ഷ്മിയോട് ചാറ്റ് ചെയ്യുന്നത്. ലാലിന്റെ തല പിന്നിലേക്ക് വലിഞ്ഞു. വെറുതെ പറ്റിക്കാൻ പറയല്ലേ ക്രിസ്റ്റി. ലക്ഷ്മി കൊഞ്ചി. ക്രിസ്റ്റി അമർഷമടക്കി അവളെ നോക്കി. സത്യമാണടാ, എൻ്റെ അടിത്തറ തന്നെ നീയല്ലേ ലക്ഷ്മി. ആരെല്ലാം എന്തെല്ലാം സാഹചര്യമുണ്ടാക്കി നമ്മളെ അകറ്റാൻ ശ്രമിച്ചാലും നമ്മൾ പിരിയില്ല. അതിനി എനിക്ക് സ്റ്റെഫിയിൽ മക്കൾ ജനിച്ചാലും ഇല്ലെങ്കിലും മാറില്ല. നിനക്കെന്നിൽ ഇപ്പോഴുമുള്ള ഈ വിശ്വാസത്തിൽ ഞാനെന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു.
ലക്ഷ്മി മനോഹരമായി പുഞ്ചിരിച്ചു. നിന്നെപ്പോലെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല ക്രിസ്റ്റി. ഞാൻ നിനക്കായി മാത്രം എന്നെ മാറ്റി വെച്ചിട്ടും അതിന് കഴിയാതെ പോയില്ലേ. ഈ ശരീരത്തിൽ നീയല്ലാതെ മറ്റൊരാൾ സ്പർശിച്ചു പോയി. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു പറഞ്ഞു. അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവൻ അവളുടെ കവിളിൽ വിരലോടിച്ചു. അതിനു മുന്നേ ഞാനും സ്റ്റെഫിയെ സ്വീകരിച്ചതല്ലേ. അവളെ മനസ്സുകൊണ്ട് അവഗണിക്കും പോലെ ശരീരം കൊണ്ട് അവഗണിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. അവൻ ദുഃഖത്തോടെ അഭിനയിച്ചു. സാരമില്ല, എനിക്കെല്ലാം അറിയായിരുന്നല്ലോ. അവൾ പിറുപിറുത്തു. നീ എപ്പോഴും ടീനയ്ക്കൊപ്പമാണോ ക്രിസ്റ്റി? സ്റ്റെഫിക്കതിൽ പിണക്കമൊന്നുമില്ലേ? ഈ സമയത്ത് ഭാര്യമാർക്ക് വാശിയൊക്കെ കൂടുന്ന സമയമല്ലേ? അവരുടെ സ്വകാര്യ ജീവിതം കൂടുതൽ ചികഞ്ഞറിയാൻ അവൾക്കൊരു ഉത്സാഹമുണ്ടായിരുന്നു. അതിൽ അവൾ ഒരിക്കലും പിണക്കം കാണിക്കില്ല. ചില വാക്കുകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തില്ല. കാരണം ടീനയോളം വലുതായി എനിക്കൊന്നുമില്ലെന്ന് അവൾക്കറിയാം. എന്നെ വേണമെന്നത് അവളുടെ വാശിയായിരുന്നു. മറുവശത്ത് നീയുണ്ടെന്ന പേടിയിൽ അവൾ എൻ്റെ ആവശ്യങ്ങളെ അംഗീകരിക്കില്ലച്ചു. കാരണം കുഞ്ഞു ജനിച്ചാലും നമ്മുടെ ബന്ധത്തെ അവൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. സ്റ്റെഫിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവനുള്ളിൽ ഗൂഢമായ ആനന്ദം നിറഞ്ഞു. 2 പെൺശരീരങ്ങൾ, സ്റ്റെഫിയും ലക്ഷ്മിയും. അവന്റെ പല്ലുകൾ പിന്നെയും ഞെരിഞ്ഞു. അതിനെ മറച്ചുകൊണ്ട് അവന്റെ അധരം അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. ലക്ഷ്മി അവനെ ചുറ്റിപ്പിടിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിയതുപോലെ അവന്റെ വിരലുകൾ അവളുടെ മൃദുലതയെ തഴുകി ഉണർത്തി. എന്തുപറ്റി? കാണണമെന്ന് തോന്നാൻ? എങ്ങനെയും സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ എന്നതുപോലെ ക്രിസ്റ്റി ചോദിച്ചു. ഞാൻ വിളിക്കുമ്പോൾ എല്ലാം പറയാറില്ലേ? എന്തുകൊണ്ടും എന്നേക്കാൾ പിന്നിൽ നിൽക്കുന്നൊരുവളുടെ വിശേഷങ്ങൾ. വീരന്റെ ഭാര്യ ശക്തിശ്രീ ഒരു സംഭവമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നീയും കൂടി അവളെ പുകഴ്ത്തരുത് ക്രിസ്റ്റി. എനിക്ക് കേട്ടു നിൽക്കാൻ വയ്യ. സ്വന്തം മകളുടെ മകളായിട്ടും അമ്മമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം അവളെയാണ്. ലക്ഷ്മി പരിഭവത്തിൽ മുഖം തിരിച്ചു. നീയല്ലേ അവളുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞത്? പിന്നെ കാണുന്നവരെ മുഴുവൻ തല്ലുന്നതും മുതിർന്നവരോട് തറുതല പറയുന്നതുമാണോ കാര്യം? അതും റെയ്ഡിൽ വരെ പിടിച്ചവൾ. അവളാണ് വലിയ പതിവ്രത ചമയുന്നത്. അവന്റെ കണ്ണുകൾ കുറുകി. അതെന്താ സംഭവം? നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ലക്ഷ്മി പ്രമീള വഴി അറിഞ്ഞ കാര്യങ്ങൾ അവനോട് പങ്കുവെച്ചു. എന്തോ മനസ്സിലായതുപോലെ തലകുലുക്കിക്കൊണ്ടവൻ അവളെ വലിച്ചു മടിയിലിരുത്തി. അവൾ ഒരു വമ്പൻ സ്രാവ് തന്നെയാ. പുറമെ കാണുന്നത് പോലെയല്ല. എന്തായാലും അവളോട് കോർക്കാൻ നിൽക്കരുത്. അതെന്താ? അതെല്ലാം നീ വഴിയെ അറിഞ്ഞോളും. ക്രിസ്റ്റി പുഞ്ചിരിച്ചു. അവന് തൽക്കാലം ശക്തിയുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ തീരെ ആഗ്രഹമുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും അവൾ എത്ര നല്ലവളല്ല അല്ലേ? അന്ന് മണ്ഡപത്തിൽ എത്ര ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് സെറ്റാണ് അവൾക്ക് കിട്ടിയതെന്നറിയാമോ? അന്നേ തോന്നിയിരുന്നു. സഹജമായ അസൂയയോടെ ലക്ഷ്മി പറഞ്ഞു. നീ അതിന്റെ പിന്നാലെ പോകാൻ നിൽക്കേണ്ട ലച്ചു. മാത്രവുമല്ല, ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞവും കാണില്ല. വീരൻ ഉൾപ്പെടെയുള്ളവർക്ക്. എന്റെ പെണ്ണിന് അവരുടെ ശത്രുക്കളുടെ ഉപദ്രവമേൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവന്റെ ഇടങ്കൈ അവളുടെ അരക്കെട്ടിനെ ചുറ്റിപ്പിടിച്ചു. വലങ്കൈ അവളുടെ കാതിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കവിളുകൾ തുടുത്തു. അവന്റെ മുഖം അവളിലേക്ക് അടുത്തു. ഒരു നിശ്വാസത്തിനപ്പുറം അവൻ അവളുടെ അധരം കവരുകയും അരക്കെട്ടിൽ ചുറ്റിയ കൈ പിൻകഴുത്തിലൂടെ മുടിയിൽ കൊരുത്തു വലിക്കുകയും ചെയ്തു. തീവ്രമായ ചുംബനത്തിൽ നിർവൃതി പൂണ്ടവൾ ശ്വാസത്തിനായി പിടഞ്ഞു. അവനാണെങ്കിൽ ഒരു ചുംബനം കൊണ്ട് അവളുടെ ജീവൻ തന്നെ വലിച്ചെടുക്കാനുള്ള വ്യഗ്രതയുണ്ടായിരുന്നു. എങ്കിലും അവളുടെ പിടച്ചിലിൽ നിന്ന് അവൻ അകന്നു മാറി. ക്രിസ്റ്റി എന്തെന്നതുപോലെ അവളെ നോക്കി പുരികമുയർത്തി. നിന്റെ ചുംബനം വളരെ സ്പെഷ്യലാണ്. ശ്വാസം തന്നെ നിലച്ചു പോകുന്ന വിധത്തിലാണ്. കിതപ്പോടെയാണ് ലക്ഷ്മി പറയുന്നത്. എനിക്ക് നിന്നിൽ മൃദുവായി ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്കും അതാണിഷ്ടം. നിന്റെ ശാന്തതയേക്കാൾ വന്യതയാണിഷ്ടം. അവൾ മന്ത്രിച്ചു. നീ അതൊരിക്കലും താങ്ങില്ല ലച്ചു. അവൻ ഗൂഢമായി പുഞ്ചിരിച്ചു. ബെറ്റ് വെച്ചാലോ? വേണ്ട. ഇവിടെ നിന്ന് ഇന്ന് തന്നെ നിനക്ക് തിരികെ പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഈ ബെറ്റ് നമുക്ക് കുറച്ചുനാൾ കഴിഞ്ഞു വെക്കാം. ഉറപ്പാണോ? 100 വട്ടം. നീ എന്നോട് മതിയാക്കാൻ പറഞ്ഞു കരയും. ഒരിക്കലുമില്ല. ശരി, സമയമാവട്ടെ. അർത്ഥഗർഭമായി അവൻ പറഞ്ഞു നിർത്തി അവളുടെ ചുണ്ടിനെ ബന്ധിച്ചു. അവരുടെ കാൽവിരലുകൾ പരസ്പരം ഉരുമി. തിടുക്കം കൊണ്ട് അവളുടെ കൈകൾ അവന്റെ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞു. അവന്റെ വിരലുകൾ മാറിൽ ഞെരിച്ചമർത്തുമ്പോൾ അവൾ എരിവ് വലിച്ചു. അവൻ അവളെ നോവിച്ച് ആനന്ദം കണ്ടെത്തി. യഥാർത്ഥത്തിൽ
അവൻ അവളെ ശിക്ഷിക്കുകയായിരുന്നു. കാലങ്ങളായി ടീനയെ മാത്രം സ്പർശിച്ചിരുന്ന അവന്റെ വ്രതം മുടങ്ങിയ പകയാണ് അവളിൽ തീർത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് അവൻ പറഞ്ഞ സ്വകാര്യതയിൽ അവൾ പരിഭവം പൂണ്ടു. ജിനുവിനെ ഒന്ന് അമർത്താൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല, എന്നിട്ടും ഇങ്ങനെ പറയരുത്. ക്രിസ്റ്റിയിൽ അതിശയം നിറഞ്ഞു. അവനത് അവളെ മുറിപ്പെടുത്താൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്. അവനെങ്ങനെ നിന്നെ അനുസരിക്കാൻ കഴിഞ്ഞു പെണ്ണേ? നിന്നെ ഇങ്ങനെ കണ്ടാൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എത്ര മൃദുവായി വേണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാറില്ല. അവൻ ആ പറഞ്ഞത് സത്യം തന്നെയാണ്. ടീന ഒരു ലഹരിയായി വാശിയായി അവൻ സ്വീകരിക്കും മുമ്പ് ലച്ചുവിനെ പോലെ ചിലരിലായിരുന്നുവല്ലോ അവന്റെ സന്തോഷങ്ങൾ. നിനക്ക് മാത്രമേ ഞാൻ ഈ അധികാരം നൽകിയിട്ടുള്ളൂ ക്രിസ്റ്റി. അരയ്ക്ക് മുകളിൽ നഗ്നമായ അവളുടെ സുന്ദര രൂപം ദേവതയെ അനുസ്മരിപ്പിച്ചു. നീ ഒരുപാട് സുന്ദരിയാണ്. തന്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവളെ ചേർത്തവൻ ഞെരുക്കി പറയുമ്പോൾ അവന്റെ ആവേശം അവളിൽ ഒരു മിന്നൽ തരംഗമുണ്ടാക്കി. പരസ്പരം തീവ്രമായി പ്രണയിക്കുന്നുവെന്ന് തോന്നുന്ന രണ്ടു വ്യക്തികൾ. ആർദ്രമായ നോട്ടങ്ങളും സ്പർശനങ്ങളും ചുംബനങ്ങളിലും അവരിലെ വികാര തീവ്രതകളെ എടുത്തുകാട്ടി. നീ എന്നെ നോക്കുന്ന ഈ രീതികൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീ ഞാനാണ്, അല്ലേ ക്രിസ്റ്റി? അതെന്താ? സ്റ്റെഫി നിന്റെ ഭാര്യയായിരുന്നിട്ടും നീ എന്നെ അവഗണിച്ചിട്ടില്ല, ചേർത്ത് പിടിക്കുന്നില്ലേ? എനിക്ക് നിന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ ഞാനും ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല. ടീന കഴിഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ടവൾ നീയല്ലേ? നിന്നെപ്പോലെ സുന്ദരിയായ ഒരുവൾ സ്വന്തമായിരിക്കുന്നത് എന്റെ അഹങ്കാരം കൂട്ടുന്നുണ്ട്. ലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൻ അവളുടെ ചുണ്ടിൽ മൃദുവായി തലോടി ചുംബിച്ചു. ആഗ്രഹങ്ങളുടെ തീവ്രതയിൽ അവൾ അവനോട് ചേർന്നു. നിന്റെ ഈ രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ ത്രസിപ്പിക്കും വിധത്തിൽ അവൻ പറഞ്ഞു. ലജ്ജയില്ലാതെ അവൾ അവനിലേക്ക് പടർന്നു കയറി. ടീനയുടെ മുറിയിൽ നിന്ന് ഏതോ ചെറിയ ശബ്ദം കേട്ടവൻ അവളെ തള്ളിമാറ്റി ഓടുമ്പോൾ പകയോടെ നിരാശയോടെ അവളത് നോക്കിയിരുന്നു. സത്യത്തിൽ അവളത് കേട്ടതുപോലുമില്ലായിരുന്നു. അല്ലെങ്കിലും അത് അവന് മാത്രമുള്ള സിഗ്നൽ ആയിരുന്നുവല്ലോ. ലക്ഷ്മി മടുപ്പോടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവനു പിന്നാലെ ടീനയുടെ മുറിയിലെത്തി. അവൾ നോക്കുമ്പോൾ ടീന ശ്വാസം കിട്ടാതെ പിടയുകയാണ്. മോളെ, അലറി വിളിച്ചുകൊണ്ടവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അവന്റെ കൈ അവളിൽ മുറുകി. ആ നിമിഷം ലക്ഷ്മിയുടെ സാന്നിധ്യം അവനിൽ അമർഷമുണ്ടാക്കി. നിന്നോളം ലഹരി മറ്റാരോടും തോന്നുന്നില്ലല്ലോ പെണ്ണേ. ആ ലഹരി ഇങ്ങനെ അടക്കി വെക്കേണ്ടി വരുന്നതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം. അവൻ അവളുടെ നെഞ്ചിൽ തലോടി പതിയെ പറഞ്ഞു. കാണുന്നൊരാൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവളുടെ നെഞ്ച് ഉഴിഞ്ഞു കൊടുക്കുകയാണ്. വാതിലിൽ നിന്ന ലക്ഷ്മി അകത്തേക്ക് കയറി. എന്തു പറ്റി ക്രിസ്റ്റി? അറിയില്ല, ഇടയ്ക്കിങ്ങനെ വരാറുണ്ട്. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതല്ലേ. പഴയ ഓർമ്മകൾ അവളെ തേടിയെത്തുമ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ജോലിക്കാരെ ആരെങ്കിലും നിർത്തിക്കൂടെ ക്രിസ്റ്റി? അവന്റെ നഗ്നമായ നെഞ്ചിൽ ചേർന്നിരിക്കുന്നവളെ തെല്ലി ഈർഷ്യയിൽ നോക്കിയാണ് ലക്ഷ്മിയുടെ ചോദ്യം. ഒപ്പം തങ്ങളുടെ സ്വകാര്യത മുറിഞ്ഞു പോയതിന്റെ അമർഷവും അവൾക്കുണ്ട്. അല്ലെങ്കിലും ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ തന്നേക്കാൾ മുകളിൽ ടീനയുള്ളത് അവൾക്കൊരു അസ്വസ്ഥത തന്നെയാണ്. പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രം. ടീന ശ്വാസം നേരെ ആയപ്പോൾ അസ്വസ്ഥതയോടെ ഇട്ടിരുന്ന ബനിയൻ ടോപ്പ് ഊരിയെറിഞ്ഞു. ലക്ഷ്മി ഞെട്ടലോടെ അത് നോക്കി നിന്നു. സ്പോർട്സ് ബ്രായിൽ നിറഞ്ഞു നിൽക്കുന്ന ഭംഗിയുള്ള മാറിടം. ശരീരം മുഴുവൻ പലതരം ചുവന്ന പാടുകളാണ്. ഭ്രാന്തി ആയതിനാൽ ഭ്രാന്തലകുന്ന സമയങ്ങളിൽ സംഭവിച്ചതാകുമെന്ന് ലക്ഷ്മി ഊഹിച്ചു. ഒതുങ്ങിയ അരക്കെട്ടും നാഭിചുഴിയും ലക്ഷ്മി സൂക്ഷിച്ചു നോക്കി. തന്നെക്കാളും ഭംഗിയുണ്ടോ? ഇല്ല, തൻ്റെ അത്രയും ഒന്നുമില്ല ഇവൾക്ക്. പക്ഷേ കാണാൻ ഭംഗിയുണ്ട്, അത് സമ്മതിക്കാതെ വയ്യ. അവൾ ഉറപ്പിച്ചു. നിന്റെ സഹോദരിയാണെങ്കിലും ഇവളൊരു മുതിർന്ന പെണ്ണാണ്. തോന്നുന്നത് പോലെ തുണിയൊക്കെ ഊരി കളയുകയെന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് പറയാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ സഹോദരി എങ്ങനെ മുന്നിൽ നിന്നാലും സഹോദരി തന്നെയാണ് ലക്ഷ്മി. എനിക്ക് മാറില്ല. അവന്റെ ശബ്ദമുയർന്നു. തന്റെ സ്വകാര്യതയിൽ കടന്നു വന്നുള്ള ചോദ്യം ചെയ്യൽ അവന് തീരെ ഇഷ്ടമായില്ല. ലക്ഷ്മി ഭയന്ന് ഒരു ചുവട് പിന്നിലേക്ക് മാറി. തുടരും.